I now invite Sri P.K. Kunyalikutti, Minister Designate, to take the oath of office and oath of secrecy. ഞാൻ P.K. കുഞ്ഞാലിക്കുട്ടി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയെയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സൃഷ്ടാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തു. ഞാൻ P.K. കുഞ്ഞാലിക്കുട്ടി എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. P.K. കുഞ്ഞാലിക്കുട്ടി 1980 മലപ്പുറം നഗരസഭാധ്യക്ഷനായി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം 1982 മലപ്പുറത്ത് നിന്ന് നിയമസഭാംഗമായി 87-ലും 91-ലും 96-ലും 2001-ലും 2011-ലും 2016-ലും 2021-ലും ജയിച്ചു കയറിയ P.K. കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അനുഭവ സമ്പത്ത് എന്നിവയെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. 1991 വ്യവസായ മന്ത്രി, 2001-ലും 2011-ലും അദ്ദേഹം മന്ത്രിയായിരുന്നു. ഇപ്പോൾ വീണ്ടും മന്ത്രിപദത്തിലേക്ക് എത്തിച്ചേരുന്നു. 2004 അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു. 2006 കുറ്റിപ്പുറത്ത് തോൽവി അനുഭവിക്കേണ്ടി വന്നു. 2011 വേങ്ങരയിൽ ജയം ഉണ്ടായി. 2017-2019 കാലഘട്ടത്തിൽ മലപ്പുറം MP ആയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം വലിയ ഉയർച്ചകളിലെയും താഴ്ചകളിലൂടെയും കടന്ന് ഇതാ വീണ്ടും മന്ത്രിസ്ഥാനത്തിൻ്റെ പൂച്ചെണ്ട് ഗവർണറിൽ നിന്ന് സ്വീകരിക്കുന്നു ഈ നിമിഷം. I now invite Sri Ramesh Chennithala, Minister Designate, to take the oath of office and secrecy.